കായാമ്പൂ കണ്ണിൽ വിടരും കമലദളം കവിളിൽ വിടരും. ഒരു കാലഘട്ടത്തിൽ ഹിറ്റായ പാട്ട്. കാലത്തിനപ്പുറത്തേക്ക് പോകണമെങ്കിൽ അതിൽ രചനയുടെ വൈഭവമാണ്. നിന്നോട് ഞാനൊരു കിന്നാരായലരികത്ത് വലയെറിഞ്ഞപ്പം വളകിലുക്കിയ സുന്ദരി. പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഏറ്റവും നല്ല പൗരുഷമുള്ള ശബ്ദം ബ്രഹ്മാനന്ദന്. ദാസേട്ടൻ്റെ മധുരമാണ്. കായലിൻ മണപ്പുറത്തൊരു താമരക്കളിത്തോണി. 15 വയസ്സിൽ അച്ഛൻ കഴിയുമ്പോൾ 3 സഹോദരിമാർ, ഇളയതും അമ്മയും മുത്തശ്ശിയും 5 പെണ്ണുങ്ങളും ഞാനും. 5 പൈസ ഇല്ലാത്തൊരു വീട്. വയലാർ സമ്പാദിച്ചത് മലയാളികളെയാണ്, പണമല്ലായിരുന്നു. അതുകൊണ്ട് ഇപ്പോഴും നമ്മൾ ജീവിക്കുന്നു. ഇപ്പോഴും മലയാളികൾ തരും എന്തെങ്കിലും. സമര പോരാട്ടങ്ങളുടെ പേരിലാണ് വയലാർ എന്ന സ്ഥലപ്പേര് മലയാളികൾ അറിയുന്നതെങ്കിൽ അതിനോടൊപ്പം തന്നെ മറ്റൊരു തരത്തിലും വയലാർ എന്ന സ്ഥലപ്പേര് മലയാളികളുടെ ഹൃദയത്തിൽ സ്ഥാനം പിടിച്ചത് ആയിരക്കണക്കിനായ പാട്ടുകളുടെ വരികളിലൂടെയാണ്. ഇന്നും ആ പേര് തന്റെ പേരിനോടൊപ്പം അഭിമാനമായി കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരാൾ, വയലാർ തളിരണിയിച്ച പാട്ടെഴുത്തിന്റെ വഴികളിലൂടെ തന്നെ സിനിമയിലേക്ക് നടന്നെടുത്ത ഒരാൾ, ഗാനരചയിതാവ്, നമ്മളെല്ലാവരും ബഹുമാനിക്കുന്ന പ്രിയപ്പെട്ട വയലാർ രാമവർമ്മയുടെ മകൻ. സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട വയലാർ ശരത് ചന്ദ്ര വർമ്മ. പഞ്ചവർണ്ണ കിളി നീലത്താമരേ പുണ്യം ചൂടിയൻ ചാത്തുകുടഞ്ഞൊരു സൂര്യൻ മാനത്ത് ഒട്ടുതൊടുന്നൊരു നാണം തേന്റെ കൽബിലെ വെണ്ണിലാവു നീ നല്ല പാട്ടുകാർ. സുന്ദരിയെ ചെമ്പകമലരേ സുന്ദരനെ ചെങ്കതിരഴകേ അല്ലിപ്പൂവേ മല്ലിപ്പൂവിൻ വള്ളിക്കൂടിൻ വെള്ളിച്ചന്തം നീയല്ലേ. തന്താനേലേലോ പാട്ട് മനസ്സിലൊരു നീരാട്ട് അന്തിപ്പൂവാനം പോലെ. മലയാള ചലച്ചിത്രകാരൻ ഇന്നലെ ഇന്ന് നാളെ എന്നുള്ളൊരു ഇതിൽ ആദ്യം ആലോചിക്കേണ്ടത് സിനിമയിൽ പാട്ട് വേണമെന്നുള്ള ചോദ്യമാണ്. സിനിമയുടെ മൊത്തമായ രീതികൾ മാറി, കാഴ്ചപ്പാട് മാറി, സാങ്കേതിക വിദ്യയുടെ വളർച്ചയായി. പഴയ പോലെ കുടുംബ ബന്ധങ്ങളുള്ള കഥകളില്ല. സിനിമാ ഗാനം എന്ന് പറയുമ്പോൾ തന്നെ 3 ത്രിമാന ചിത്രമാണ് ശരിക്കും പറഞ്ഞാൽ. രചന, സംഗീതം, ആലാപനം. ഇത് 3ഉം കൂടെ ഒരു ഇഴയടപ്പ് ഉണ്ടെങ്കിൽ ആ പാട്ടിന് എന്ത് പറഞ്ഞാലും മഹത്തരമാകും. നല്ല ശബ്ദത്തിൽ പാടി സംഗീതം മോശമാണെങ്കിൽ പാട്ട് പോയി. നല്ല സംഗീതവും നല്ല ആലാപനമാണെങ്കിൽ രചന മോശമാണെങ്കിലും പാട്ട് പോയി. നല്ല രചനയും നല്ല ആലാപനമാണെങ്കിൽ സംഗീതം മോശമാണെങ്കിൽ പാട്ട് പോയി. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രയാസം. പിന്നെ ഒരു പാട്ട് എന്ന് പറയുന്ന ഏത് കാലത്തും രചനയിൽ അക്കാലത്തൊക്കെ രചനയായിരുന്നു ആദ്യം. രചന, ഈണം, ആലാപനമായിരുന്നു. പിന്നെയാണ് ഏകദേശം അന്ന് വയലാറിൻ്റെ കാലത്തൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, ഇല്ലാന്ന് പറയുന്നില്ല. പക്ഷേ ആദ്യകാലങ്ങളിൽ മലയാള സിനിമയുടെ മലയാള ഭാഷ സ്വതന്ത്രമാകുന്ന മുമ്പ്, സൗന്ദര്യം ഉണ്ടാകുന്നതിന് മുമ്പ് ഹിന്ദി ഈണങ്ങൾ കേട്ടിട്ട് അതിൻ്റെ അതേ മട്ടിൽ അതേ നേച്ചറിൽ മലയാളത്തിൽ എഴുതുന്നൊരു ശീലം ഉണ്ടായിരുന്നു. തനതായൊരു മലയാള സംഗീതവും തനതായൊരു മലയാള ഭാഷയും നമുക്കില്ലായിരുന്നു. സിനിമയും കവിത എഴുത്തും ഗാനരചനയും കവിത എഴുത്തും രണ്ടും രണ്ടാണ്. ഇന്നും ഒരു എഴുത്തുകാരൻ എനിക്ക് സംഗീതത്തിൻ്റെ കാര്യവും അങ്ങനെ തന്നെ ആയിരിക്കും ഇരിക്കുന്നത്. കാര്യം നിശ്ചിതമായ ഒരു പണ്ഡിതനെ കൊണ്ട് ഇത് ചെയ്യിച്ചാൽ പലപ്പോഴും പരാജയപ്പെട്ടിട്ടുള്ളതാണ്. രചനയിൽ വന്നിട്ടുണ്ട്. ഒരു കവി എന്ന് പറയുന്ന ചിലപ്പോൾ ഒരു ഗാനരചനയിൽ വിജയിച്ചു എന്ന് വരില്ല. ഗാനരചനയുടെ സൂത്രം മനസ്സിലാക്കില്ല. ഞങ്ങളുടെ രചനയുടെ കാര്യം ഞാൻ മാത്രം പറയും. ഇപ്പോൾ സംഗീത സംവിധായകർക്കാണ് ആലാപനം പാടുന്നവർക്കാണെങ്കിൽ ഒരു സഹായവും എവിടെ നിന്നും കേട്ടു. അപ്പം എന്തെങ്കിലും ഒരു രാഗത്തിൻ്റെ ഛായ അവർക്ക് അറിയാവുന്ന സ്വരം അറിയാമെങ്കിൽ ആ രാഗത്തിൻ്റെ ഇടയിൽ പോകാം. പിന്നെ ഭാവം കൊണ്ടുവരിക എന്നുള്ള ജോലിയുള്ളൂ. ആലാപനം പാടുന്നവർക്കൊക്കെ ടെക്നോളജി കണ്ടമാനം വികസിച്ചു. സോഫ്റ്റ്വെയറുകളുണ്ട്. ഒരു വെള്ളി വീണാൽ അതൊക്കെ മാറ്റി മെയിൽ പാടിയത് ഫീമെയിലാണ്. അവരെയുള്ള സാങ്കേതിക സഹായം ഈ 2 മേഖലയിൽ, ഈ 3 വിഭാഗത്തിലെ സംഗീതത്തിന് ആലാപനത്തിൽ വന്നു. പക്ഷേ എഴുത്തുകാരൻ ഇപ്പോഴും ഒറ്റയാണ്. അവൻ്റെ കയ്യിൽ പണ്ട് ഇന്ന് തുടങ്ങിയ ഈ ഭാഷ, അന്നുള്ള 51 അക്ഷരം ഇന്നും അവൻ്റെ കയ്യിലുള്ളൂ. മറ്റൊരാളെ എഴുതാൻ പറ്റില്ല. ഇന്നലെ അയാളെ എഴുതിയത് ആ ഭാവന എഴുതാൻ പറ്റില്ല. ഈ 51 അക്ഷരം കൊണ്ട് മറ്റൊരാളുടെയും സഹായമില്ലാണ്ട്, ഒന്നിൻ്റെയും സഹായമില്ലാണ്ട്
ഇപ്പോഴും പാട്ട് പിറക്കുന്നു എന്നുള്ള വലിയൊരു അത്ഭുതം നടക്കുന്നുണ്ട്. കായാമ്പൂ കണ്ണിൽ വിടരും കമലദളം കവിളിൽ വിടരും. മോഹനല്ലേ, ഞാൻ പാട്ട് ക്ഷമിക്കുക. വിടരും അനുരാഗവതി മോഹന നിൻചൊടികളിൽ. അവിടെ നീയില്ല, പക്ഷെ ആ നീക്ക് നിഷാദപ്പുളി കൊടുത്തു. അപ്പോൾ ആ ലിറിക്കിന് എന്തെന്നാ വേണ്ടത് എന്നുള്ള ഭാവം അദ്ദേഹം കൊടുക്കുന്നുണ്ട്. മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിക്കുന്നത് പാട്ട് കഴിയുമ്പം ഹിന്ദുവായി, മുസൽമാനായി, ക്രിസ്ത്യാനിയായി നമ്മളെ കണ്ടാലറിയാതായി. ലോകം ഭ്രാന്താലയമായി. അതിനകത്ത് ഭ്രാന്താലയം എന്ന് പറഞ്ഞാൽ ഭ്രാന്തിന് ഒരു നോട്ടില്ല. സംഗീതം അറിയാമെങ്കിലും നോക്കിക്കൊള്ളു. ഒരു ഭ്രാന്തിന് സ്ഥിരതയില്ല. അത് പറയുമ്പോൾ മാത്രം നോട്ടില്ലാത്തൊരു ഭാഷ കൂടെ. അപ്പോൾ ഭ്രാന്തൻ അങ്ങനെയാണല്ലോ. വ്യവസ്ഥ ഇല്ലാത്തവൻ, അല്ലെങ്കിൽ നെറിയില്ലാത്തവൻ, അച്ചടക്കം ഇല്ലാത്തവനാണ് ഭ്രാന്തൻ. അപ്പോൾ അവരെന്തിനാ വാക്കിനൊരു നോട്ട് എന്ന് ചിന്തിക്കുന്ന രീതിയിൽ സംഗീതമായിരുന്നു ദേവരാമകൃഷ്ണൻ. അത് അങ്ങനെ ഒരു കാലഘട്ടം. നിന്നോട് ഞാനൊരു കിന്നാരം എന്ന് പറയുന്ന ആ മലയാളത്തിലെ കായലരികത്ത് വലയെറിഞ്ഞപ്പം വളകിലുക്കിയ സുന്ദരി പെണ്ണ് കെട്ടിന് കുറിയെടുക്കുമ്പം ഒരു നറുക്കിനെ ചേർക്കണേ. വളരെ ലളിതമായ ഒരു സമൂഹത്തിന് ഇത്രമാത്രം വിദ്യാഭ്യാസം എന്നൊരു അറിവില്ലാത്ത സമൂഹത്തിൻ്റെ മുന്നിലേക്ക് എങ്ങനെയാണ് ഏറ്റവും ലളിതമായ ഒരു പാട്ട് മനസ്സിലാക്കി കൊടുക്കാൻ കഴിയുക എന്നുള്ളത് രചനയിലൂടെ തെളിയിച്ച ആദ്യത്തെ കാലഘട്ടം എൻ്റെ ഒരു അഭിപ്രായത്തിലുണ്ട്. അഭയദേവൻ ഞാൻ വിടുകയല്ല, പാട്ടുപാടി ഉറക്കാം ഞാൻ സീതയിലെ പാട്ടായ പക്ഷെ അത് 60-ലാണ്, 1960-ലേക്കാണ്. പക്ഷെ ഭാസ്കര മാഷാണ് ഇങ്ങനെ ആൾക്കാരെ പാട്ടിലേക്ക് കൊണ്ടുവരിക. പാട്ട് വേണോ എന്നുള്ള ചോദ്യം പലപ്പോഴും പുതിയ തലമുറ പ്രത്യേകിച്ച് ഇതിനെ പാട്ട് അത് ശരിയാണ്. കഥയാണ് പാട്ടിനെ ക്ഷണിക്കുക. ഒരു ഇന്നത്തെ പോലെ ക്രൈം ത്രില്ലർ എടുത്തു കഴിഞ്ഞാൽ, ഒരു ഹൊറർ മൂവി എടുത്താൽ എന്തിനാ പാട്ട് എന്ന് പലപ്പോഴും തോന്നുന്നു. ഇന്നിപ്പോൾ അത് മാത്രമല്ല, പാട്ടിൻ്റെ പ്രാധാന്യം പാട്ട് ശരിക്കും അണിയറയിൽ നിന്ന് വീണ്ടും അണിയറയിലേക്ക് മാറിയിരിക്കുകയാണ്. പക്ഷേ ഒരു പാട്ട് നിലനിൽക്കണമെങ്കിൽ സംഗീതം മാത്രം പോരാനുള്ള കാലം തെളിയിച്ചിട്ടുണ്ട്. നല്ല സംഗീതം കൊണ്ട് മാത്രം ആ ഒരു കാലഘട്ടത്തിൽ ഹിറ്റായ പാട്ട് കാലത്തിനപ്പുറത്തേക്ക് പോകണമെങ്കിൽ അതിൽ രചനയുടെ വൈഭവം. കാര്യം ഞാനിന്ന് ഒരു കാലത്തും ഒരു പാട്ട് എഴുത്തുകാരനാകുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. എൻ്റെ ജീവിത സാധ്യത അതായിരുന്നു. എനിക്ക് സ്വപ്നം കാണാൻ പറ്റാത്തൊരു കാലഘട്ടമായിരുന്നു. 15 വയസ്സിൽ അച്ഛൻ മരിക്കുമ്പോൾ 3 സഹോദരിമാർ, ഇളയതും അമ്മയും മുത്തശ്ശിയും 5 പെണ്ണുങ്ങളും ഞാനും 5 പൈസയും ഇല്ലാത്തൊരു വീട്. വയലാർ സമ്പാദിച്ചത് മലയാളികളെയാണ്, പണമല്ലായിരുന്നു. അതുകൊണ്ട് ഇപ്പോഴും നമ്മൾ ജീവിക്കുന്നു. ഇപ്പോഴും മലയാളികൾ തരും എന്തെങ്കിലും. അപ്പോൾ അങ്ങനെ ഒരു കാലഘട്ടത്തിൽ ഞാൻ ആകുന്നില്ല. പക്ഷെ കാലഘട്ടം അച്ഛൻ്റെ കവിത തന്നെ ഉണ്ട്. അച്ഛനെ വിടില്ലായിരുന്നു സിനിമയിലേക്ക്. നീ ഡോക്ടറാകും, അതിനുവേണ്ടിയുള്ള എല്ലാ പരിപാടിയും ഉണ്ടാക്കുന്നു. നോവുന്നതിനെ സ്നേഹിക്കാൻ കഴിയുന്ന ഒരു തത്വശാസ്ത്രത്തിൻ്റെ ഉടമ. സ്നേഹിക്കുകയില്ല ഞാൻ നോവും ആത്മാവിനെ സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തിൽ എന്ന് പറഞ്ഞ ആളാണ്. ഇപ്പം നോവുന്ന ആത്മാവിനെ സുഖപ്പെടുത്താൻ ഒരു ഭിക്ഷക്കൂരൻ ഡോക്ടർക്ക് പറ്റും. നീ അതാകുക. എല്ലാം അതേ വഴിക്ക് പോകുന്നു. പക്ഷെ അത് പെട്ടെന്ന് തന്നെ ഇങ്ങനെ എത്തിയിട്ട് അത് കൈവിട്ടുപോയി. അതൊക്കെ പറയാനുണ്ടെങ്കിൽ കുറേ ഉണ്ട്. അപ്പോഴും ഇങ്ങനെ വിചാരിച്ചിട്ടില്ല. അന്ന് എന്നെ കളിയാക്കുകയും ചെയ്തു. പാട്ടെന്നൊക്കെ പറഞ്ഞത് കാലത്തിൻ്റെ ഓരോ കളിയായിരുന്നു. ഞാൻ അവിടെ തൊട്ടടുത്ത് UB ഗ്രൂപ്പിന് JMLAയുടെ മാഗ്നവൽ കമ്പനി വീടിനടുത്താണ്. എനിക്ക് വീട്ടിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റില്ല. എനിക്ക് 3-5 പെണ്ണുങ്ങളാണ്. എൻ്റെ ഒരു വരുമാനം മാത്രമേ കമ്പനിയിൽ പോരെ. അതൊക്കെ അവിടെ കടിച്ചു പിടിച്ച് കിടന്നു. അത് കഴിഞ്ഞ് ആ വഴി അവിടെ 22 കൊല്ലം ജോലി ചെയ്തു. അപ്പോഴാണ് ഒരു സിനിമയിലേക്ക് ഒരു അവസരം. പക്ഷേ ജോലി തടസ്സമായി. രണ്ടും 2 സ്വഭാവം. ആദ്യം ഒന്ന് പോയി എന്നെ പറഞ്ഞോട്ടു, കമ്പനി പറഞ്ഞു. അന്ന് JMLAയായിട്ട് പരിചയമുണ്ടായിരുന്ന വീരേന്ദ്രകുമാർ, നമ്മുടെ മാതൃഭൂമിയുടെ അദ്ദേഹത്തിൻ്റെ മകൻ ശ്രേയംസ് കുമാർ വഴി ജോലി വീണ്ടും കിട്ടി. രണ്ടാമത് അടുത്ത സിനിമ ഒന്ന് പോയി ജോലിയമ്മ വന്നു. ആ ജോലി മേടിച്ചു. പക്ഷെ ഇത് രണ്ടും കൂടെ പൊരുത്തപ്പെടത്തില്ല. ഒരേ സമയത്ത് ഭാര്യയും കാമുകയും ഒരുമിച്ച് കണ്ടായിരിക്കും ഒരു ആണിൻ്റെ മനോവ്യത. അതുപോലെ ഇത് നമ്മളൊരു ഇഷ്ടമാണ്. മറ്റത് ജീവിക്കാൻ കമ്പനി എന്നെ അവസാനം വിളിച്ചു പറഞ്ഞു, ഇനി നിങ്ങൾക്ക് നിങ്ങൾ കലാകാരങ്ങൾ എന്ന കാര്യത്തിൽ ഞങ്ങൾ നിങ്ങളെ ബഹുമാനിക്കുന്നു. പക്ഷേ നിങ്ങളുടെ സേവനം ഞങ്ങൾക്ക് ആവശ്യമാണ്. അതിനാണ് ഞങ്ങൾ ശമ്പളം തരുന്നത്. നിങ്ങളിവിടെ മുഴുവൻ നേരം ഉണ്ടായേ പറ്റും. ഞാൻ വീണ്ടും ധർമ്മ സെക്രട്ടറി 2 വട്ടം ജോലി പോയിട്ടില്ല. പക്ഷേ അന്നേരമാണ് ഈ മിഴിരണ്ടിൽ എന്നുള്ള സിനിമ എഴുതാൻ ദിവസം ആലിലെ തലയുമായി ആ പാട്ടിൽ എന്തിനായി നിന്നിടം കണ്ണു തട്ടി. അത് ഒരു വഴിത്തിരിവായി.
വഴിത്തിരിവായപ്പോൾ ഇനി വാതിൽ തുറക്കും എന്നൊരു ചെറിയ പ്രതീക്ഷ. ആ സമയത്ത് കമ്പനി ഒരു VRS പ്രഖ്യാപിച്ചു. ആർക്കെങ്കിലും പോകാൻ ഒരു തുക വീട്ടിലേക്ക് കൊടുക്കാൻ, അതിൻ്റെ പലിശ കൊണ്ട് കഴിയാനുള്ള അവസ്ഥയാണ്. വീട് അങ്ങ് പൊക്കോളും, നമുക്കിതിൻ്റെ അങ്ങനെയാണ് ഞാൻ ഇതിലേക്ക് വരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞാണ് നോക്കുന്നത് അച്ഛൻ്റെ ഒരു കവിതയുടെ അവസാനം. അച്ഛന് പാടാൻ എഴുതിയ ഗാനം കൊച്ചു മകന് തരാം ഞാൻ, മുറിഞ്ഞ ഗാനം മുഴുമിക്കുക നീ പറഞ്ഞു പോയ നോവൽ. പുള്ളി എന്ത് ഇഷ്ടമുണ്ടായിരുന്നു. നമ്മളോടത്ത് മുഖംമൂടി എടുത്ത് വേണ്ടാന്ന് പറഞ്ഞ് മാത്രമേ ഉള്ളൂ. ഒരു പക്ഷേ ജീവിതാനുഭവമായിരിക്കും. വയലാറ് മനുഷ്യർക്ക് സംശയം ഉണ്ടായിരുന്നു, എൻ്റെ സംഗീതം തീർന്നു പോയത്. കാര്യം അവരുടെ അടുപ്പാതായിരുന്നു. അത് കഴിഞ്ഞ് ഏറ്റവും മനോഹരമായ കുറേ പാട്ടുകൾ ഒരെണ്ണമായിരുന്നു അരികിൽ നീ ഉണ്ടായിരുന്നു. ഈ അരികിൽ എന്നുള്ള വാക്കിലേക്ക് എത്താനായിട്ട് 9 ദിവസം എടുത്തു. അരികിൽ എന്നുള്ള അരികിലേക്ക് കൊണ്ടുവരാൻ എങ്ങനെ ഏത് സ്വരങ്ങൾ അവിടെ ചേർക്കണം. അപ്പം അതേ 2 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇതാണ് വേറെ വിശ്വാസമുണ്ട്. സുരുട്ടിയിൽ രാഗമുണ്ട്. സുരുട്ടിയിൽ ചെയ്തു കഴിഞ്ഞാൽ ചുരുട്ടി കിട്ടുമെന്നാണ് അങ്ങനെ വിശ്വാസം. എങ്ങനെ അന്ധവിശ്വാസങ്ങളൊക്കെ ഉണ്ട്. ഏറ്റവും അവസാനം വയലാറായിട്ട് ചെയ്ത ഒരു പാട്ട് സുകുമാര കലകൾ സ്വർണം പൊതിയും. ചന്ദ്രകളപ്പം എന്നുള്ള പാട്ട് വന്നുകൊണ്ട് മാത്രം ഈ പാട്ട് പുറത്തിറക്കപ്പെട്ടുപോയതാണ്. സുകുമാര കലകൾ സ്വർണം പൊതിയും ഭഗവതി വിഗ്രഹമേ, നിന്റെ പുറങ്കാൽ മൂടും മുടിയിൽ ചൂടുവാൻ ഒരു പിടി മുന്തിരിപ്പൂക്കൾ. സുരുട്ടിയിൽ ചെയ്തതാണ്. അത് ചെയ്തു അതിനുശേഷമാണ് ഈ വേർപാട് ഉണ്ടാകുന്നു. നേരെ മനുഷ്യർ അതിൻ്റെ സംഗീതരൂപത്തിന് വലിയ തിരക്കുണ്ടായിട്ട് പോരുന്നത്. കാര്യം ബാക്കിയെല്ലാം ചെയ്ത് തപ്പശേഷത്തിന് ശേഷം കാവാലുമായിട്ട് ചെയ്തിട്ടുണ്ട്, ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ആ വാക്കും സംഗീതവും തമ്മിൽ ഉണ്ടായ ലയം ഏറ്റവും അധികം പ്രകൃതിയും വികാരവും ഒക്കെ ആയിട്ട് തമ്മിൽ നല്ല ലയം ഉണ്ടായിരുന്നൊരു കാലഘട്ടം അതായത്. പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഏറ്റവും അധികം നല്ല പൗരുഷമുള്ള ശബ്ദം ബ്രഹ്മാനന്ദനായിരുന്നു. ദാസേട്ടൻ്റെ മധുരമുണ്ട്, അദ്ദേഹത്തിന് പൗരുഷത്തിൻ്റെ പരുക്കൻ സ്വഭാവമുണ്ട്. കായലിൻ മണപ്പുറത്തുന്നൊരു താമരക്കളിത്തോണി വന്നെടുത്തു. അതിനൊക്കെ തങ്കം നിനക്കെൻ്റെ തങ്കം നിനക്കുള്ള എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഈ ആൺ ശബ്ദത്തിൻ്റെ ഒരു അരങ്ങുണ്ടല്ലോ തൊണ്ടയിൽ ഇങ്ങനെ തിളച്ചു. അപ്പം അങ്ങനെ ആ ഒരു കാലഘട്ടം കഴിഞ്ഞു. മൈമാത്പര്യം നായക പ്രാധാന്യം ഉള്ള സിനിമയിൽ ഈ പറഞ്ഞ സിനിമ ഗാനങ്ങൾ വീണ്ടും ശ്രദ്ധിക്കപ്പെടുന്നുവെങ്കിൽ നായകൻ്റെ പേര് മാത്രം അറിയാൻ തുടങ്ങിയൊരു കാലമുണ്ടായി. അതൊരു കാലഘട്ടം. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങളെപ്പോലുള്ളവരൊക്കെ വിജിപാല്, നമ്മുടെ അലക്സ് പോള്. എനിക്ക് കിട്ടിയതൊരു ഭാഗ്യം വെച്ചാൽ നല്ല സംവിധായകർ, പാട്ടിനെ ഇഷ്ടപ്പെടുന്ന സംവിധായകരെ കിട്ടി എന്നുള്ളത് വലിയൊരു ഗുണം. പാട്ടിനെ ഇഷ്ടപ്പെടാത്ത സംവിധായകരുണ്ട്, പാട്ട് ചിത്രീകരിക്കാത്ത സംവിധായകരുണ്ട്. ജോഷി സാറൊന്നും പാട്ടിനെ ചിത്രീകരിക്കുന്നില്ല. ഷാജി കൈലാസ്, അവരൊക്കെ ടെക്നിക്കൽ ആൾക്കാർ. ടെക്നോളജി എങ്ങനെ വിനിയോഗിക്കണം ഇതിനകത്ത് സിനിമയുടെ, അത് ആ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നുണ്ട്. ഈ സൗന്ദര്യവശം എത്രമാത്രം വേണമെന്നുള്ളതിനെ പറ്റി അവർ ചിന്തിക്കാറില്ല. അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടാണ് നമുക്ക് ആ ഒരു പാട്ട് ഇപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റിയത്. അതങ്ങനെ സിറ്റുവേഷൻ ഒന്നുമുണ്ട്. ബാബാ കല്യാണിലെ കൈനിറയെ വെണ്ണുക എങ്ങനെയാണെന്ന് പോലും അറിയാൻ വയ്യ. അത് ഈ പറഞ്ഞാൽ നമുക്കിപ്പോഴും അറിയില്ല. ഞാനതാ പറഞ്ഞത്, ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ പറയുമ്പോൾ എൻ്റെ തലയിലേക്ക് വരച്ചിരിക്കുന്ന വര നല്ലതായതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. ഇല്ലെങ്കിൽ ഞാൻ കൂട്ടത്തിൽ ഇരിക്കത്തുള്ളൂ. കാര്യം ഇതിനെക്കുറിച്ചൊരു പാണ്ഡിത്യമോ അല്ലെങ്കിൽ പറഞ്ഞു തരാനൊന്നും പറ്റുന്നൊരു വിഷയമൊന്നുമില്ല.